കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ എൻവിഡിഎയിൽ ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിലേക്ക് എത്തിയെങ്കിലും അവസാന ലാപ്പിൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അതേസമയം ടെക് ഇൻഡെക്സായ നാസ്ഡാക്ക് 1% ഇടിഞ്ഞിരുന്നു. യൂറോപ്യൻ ഇൻഡിസസുകളെല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഡാക്സ് 0.8%, CAC 1%, ഫട്സെ 0.5% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലുള്ള ട്രേഡിംഗ് ആണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.83% ഉയർന്ന് $85.95 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. ഗോൾഡിൻ്റെ വിലയിൽ 0.39% വർധനവുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.16% ഉയർന്ന് 23,537 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. FIS 653 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DIS 820 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയുമായി ടാരോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് മെർജ് ചെയ്തതായി കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തേത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 5000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഷാൽബി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. മധുബൻ ഓർത്തോപീഡിയോയിക് ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി സർജിക്കൽ ഹോസ്പിറ്റലുമായുള്ള ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ് ഷാൽബി ടെർമിനേറ്റ് ചെയ്തു. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഉണ്ടായിരിക്കുന്ന വയലേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഷാൽബി ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്തത്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലെ ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനി സൺബീം ഗ്രൂപ്പിൻ്റെ അസറ്റുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് ഇന്ന് 4.6% ഡിസ്കൗണ്ടിലായിരിക്കും ട്രേഡ് ചെയ്യുക. QIP വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഫ്ലോർ പ്രൈസ് 331 രൂപ 75 പൈസ എന്ന നിലയിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം ഒരു ഡിസ്കൗണ്ട് സെല്ലിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. RBL ബാങ്ക് ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 27 വിളിപ്പിച്ചിട്ടുണ്ട്. AU സ്മാൾ ഫിനാൻസ് ബാങ്കും ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 27 വിളിപ്പിച്ചു. സ്റ്റാർ സിമൻറ്റ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 2.05 ലക്ഷം ഷെയറുകൾ ജൂൺ 18-നും 20-നും ഇടയിൽ സെൽ ചെയ്തു. അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജിയുടെ പ്രൊമോട്ടറും 28,988 ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നും പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ന കമ്പനി 5000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി മുൻനിര ബാങ്കുകളായ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, JP മോർഗൻ, JM ഫിനാൻഷ്യൽ, CLSA തുടങ്ങിയ ബാങ്കുകളെ അഡ്വൈസറിയായി നിയമിച്ചു. അമരാജ എനർജി ആൻഡ് മൊബിലിറ്റി സൊല്യൂഷൻ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അമരാജ അഡ്വാൻസ്ഡ് സെൽ ടെക്നോളജി എന്ന കമ്പനിയും GIB എനർജെക്സ് എന്ന സ്ലോവാക്യൻ കമ്പനിയുമായി ചേർന്ന് ടെക്നിക്കൽ ലൈസൻസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന സ്റ്റോക്കിനെയും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. മുംബൈയിൽ നിന്നും ജദ്ദയിലേക്കുള്ള സർവീസ് കൂട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് പ്രതിഫലിച്ചേക്കാം. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് മുത്തൂറ്റ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. മുത്തൂറ്റ് ക്യാപിറ്റൽ IRDAയുടെ കോർപ്പറേറ്റ് ഏജൻറ്റായി മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഏജൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. RBL ബാങ്ക് QIP വഴി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ജൂൺ 27 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.